സാധാരണ രീതിയിൽ വെസ്റ്റേൺ കൺട്രീസിലെല്ലാം കുടിയേറി പാർക്കുന്ന മലയാളികൾ നാട്ടിലേക്ക് തിരിച്ചു വരാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഈയിടെ ഞങ്ങൾക്ക് വരുന്ന എൻക്വയറീസ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ തരത്തിലുള്ള വെസ്റ്റേൺ കൺട്രീസ്, അതായത് UK, കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അവരെല്ലാവരും പറയുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്താൽ മതി എന്നാണ് അവരെല്ലാവരും പറയുന്നത്. അതിനവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു 3-4 റീസൺസ് ഉണ്ട്. ആ റീസണുകളെ കുറിച്ചാണ് ഇന്നേ ദിവസവും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ താങ്കൾ പൂർണ്ണമായിട്ട് കാണുവാനും ഉപകാരപ്രദമാണെങ്കിൽ താങ്കൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തൊമിച്ച് ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. പണ്ട് നമ്മൾ ഈ വെസ്റ്റേൺ കൺട്രീസ്, അതായത് UK അല്ലെങ്കിൽ കാനഡ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മളുടെ മലയാളീസ് എല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊന്നും തിരിച്ചു വരില്ല എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. അത് വളരെ കുറവ് ആൾക്കാർ മാത്രമേ തിരിച്ചു വന്ന് സെറ്റിൽഡ് ആകാറുള്ളൂ. എന്നാൽ ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകുന്നതിൻ്റെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ പോലും ഇപ്പം നിലവിൽ അവിടെ നിങ്ങൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ വളരെ കൂടുതലാണ്. അത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് ഇപ്പം ഞങ്ങൾ ഈയിടെ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് ഇഷ്ടംപോലെ എൻക്വയറീസ് വന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ച സമയത്ത് അതിൽ നിന്ന് നമുക്ക് ലഭിച്ച വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഇൻപുട്സാണ് ഇന്നേ ദിവസം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി, അതായത് എന്തുകൊണ്ട് ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ UK പോലെയുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്ന് സെറ്റിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കാൻ അവർ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇപ്പം നോർമൽ സിറ്റുവേഷനിൽ ഇപ്പം നമുക്കറിയാം UK അല്ലെങ്കിൽ കാനഡ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരുമിക്ക മലയാളികളും ഒന്നില്ലെങ്കിൽ ഈ കേരളത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ ഗൾഫ് കൺട്രീസിലെല്ലാം അത്യാവശ്യം ഒരു നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. കാരണം ആ ഒരു ലെവലിലുള്ള ആൾക്കാർക്ക് നോർമൽ സിറ്റുവേഷനിൽ ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ സാധിക്കുകയുള്ളൂ. സാധാരണ വർക്കേഴ്സ് അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ജോലി ചെയ്യുന്നവർക്ക് അങ്ങോട്ടുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ഒരു നല്ല പൊസിഷനിൽ നിന്നതിന് ശേഷം ഈ പറഞ്ഞ UK അല്ലെങ്കിൽ കാനഡ പോലെയുള്ള രാജ്യങ്ങളിലെല്ലാം ചെല്ലുന്ന സമയത്ത് അവർ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ ആ പോസ്റ്റിലായിരിക്കില്ല ഒരു മിക്കവർക്കും തന്നെ ജോലി ലഭിക്കുന്നത്. അവരിപ്പോൾ ഒന്നില്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോമിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിലോ ബിയർ പാർലറിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ജോലി ആയിരിക്കും അവരെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കുന്നത്. അതിനുശേഷം കുറേ വർഷങ്ങൾ ചിലപ്പോൾ അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞിട്ടായിരിക്കും അവർക്കൊരു ബെറ്റർ ഒരു ഓപ്ഷൻ ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ സിറ്റുവേഷനിൽ ഈ തരത്തിൽ, അതായത് ഇപ്പം നമ്മൾ ഇപ്പം ഈ പറഞ്ഞ ഗൾഫിൽ നിന്നെല്ലാം ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു മിക്കവരും തന്നെ അവർക്ക് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ലഭിച്ച ഒരു ഇൻഫർമേഷൻ പ്രകാരം ഇപ്പം ഞങ്ങൾക്ക് വരുന്ന എൻക്വയറീസ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവരെല്ലാവരും പറയുന്നത് അവരുടെ ഒരു മിക്ക ജോബിലും സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് അവരെല്ലാവരും പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറഞ്ഞ, അതായത് ഒരു മിക്കവരും പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഹൈ ലിവിങ് കോസ്റ്റ് അത് ഇവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഗൾഫ് കൺട്രീസ് എന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ തരത്തിലുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ ഇവരെല്ലാം വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ 2 ലക്ഷം രൂപ സാലറി ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ 2 ലക്ഷം രൂപയും അവർക്ക് നെറ്റ് അവർക്ക് കിട്ടും. കാരണം ടാക്സ് കൊടുക്കാനുള്ള ലയബിലിറ്റീസ് ഒന്നുമില്ല. അതേസമയം ഈ ഒരു വ്യക്തി ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന സാലറി 2 ലക്ഷം രൂപയാണ് എന്ന് വിചാരിക്കുക. ഈ 2 ലക്ഷം രൂപ കിട്ടുന്ന സമയത്ത് ഇപ്പം ഗൾഫിലാണെങ്കിൽ അത് ഫുൾ എമൗണ്ടും അവർക്ക് അവരുടെ ഒരു ഇൻകമായിട്ട് കൂട്ടാൻ സാധിക്കുന്ന സമയത്ത് ഇവിടെ നോർമൽ സിറ്റുവേഷനിൽ അത്യാവശ്യം നല്ലൊരു രീതിയിൽ ഇപ്പോൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ സപ്പോസ് ഒരു 30% ടാക്സ് കൊടുക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഈ 2 ലക്ഷം രൂപയിൽ നിന്ന് 60,000 രൂപ പോയിട്ട് ബാലൻസ് 1.4 ലാക്ക് മാത്രമേ അവരുടെ നെറ്റ് അവരുടെ കയ്യിലേക്ക് കിട്ടുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് കാണാവുന്ന ഇവരെല്ലാവരും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോമഡേഷൻ കോസ്റ്റ്. ഇപ്പോൾ ഗൾഫ് കൺട്രീസിലാണെങ്കിലും ഇപ്പോൾ ദുബായ് പോലെയുള്ള രാജ്യങ്ങളിലാണെങ്കിലും അവിടെ അക്കോമഡേഷൻ കോസ്റ്റ് വളരെ ഹൈ ആണ്. അതേസമയം ഇപ്പോൾ യൂറോപ്പിലേക്ക് പോകുന്ന സമയത്തും ഈ അക്കോമഡേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാനഡ പോലെയുള്ള സ്ഥലത്ത് അക്കോമഡേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. ഇപ്പം നോർമലി ഇവരെല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഒറ്റക്ക് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ വരുമാനത്തിൻ്റെ ഏകദേശം ഒരു 50% അല്ലെങ്കിൽ 70% വരെ അവർ അക്കോമഡേഷന് വേണ്ടി മാറ്റേണ്ട ഒരു അവസ്ഥ ഉണ്ടെന്നാണ് ഇവരെല്ലാവരും പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഒരു ഫാമിലി ആയിട്ട് താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരെ സംബന്ധിച്ച് കുറച്ചുകൂടി ഫെസിലിറ്റിയുള്ള ഒരു റൂമും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ ആ സമയത്ത് നോർമൽ സിറ്റുവേഷനിൽ ഒരു വ്യക്തിയുടെ സാലറിയുടെ മേജർ പോർഷനും ഒരു അക്കോമഡേഷൻ കോസ്റ്റായിട്ടാണ് പോകുന്നത്. അതായത് ഇവരെല്ലാവരും ഈ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഇവർ പറയുന്നത് മറ്റൊരു കാര്യം ഹയർ ലിവിങ് കോസ്റ്റ് എന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇവർ മറ്റുള്ളവർ, അതായത് ഇപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ വസിക്കുന്ന ഒരു മിക്കവരും തന്നെ അവിടുത്തെ എക്സ്ട്രീമായിട്ടുള്ള വെതർ അവരെ വളരെയധികം അലട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്കറിയാം, നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ ഒരു മഴ പെയ്തു, നോർമൽ സിറ്റുവേഷനിൽ നിസ്സാര സമയം കഴിയുമ്പോഴേക്കും ആ വെള്ളമെല്ലാം ഒഴുകി പോയിക്കോളും. പക്ഷെ മഞ്ഞ് പെയ്യുന്ന സമയത്ത് നമുക്ക് കാണാനൊക്കെ ഭയങ്കര രസമാണ്. അതിപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ നമുക്ക് വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. പക്ഷേ ഈ മഞ്ഞ് പെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ, ഒന്ന് കാറെടുത്ത് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ മണിക്കൂറുകളോളം പലപ്പോഴും ഇവർ കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അവരുടെ ആ കാർ പോർച്ചിൽ നിന്നുള്ള റോട്ടിലേക്കുള്ള എല്ലാ മഞ്ഞെല്ലാം എടുത്തു മാറ്റണം. ഇനി കാറ് പുറത്തിട്ടേക്കണമെങ്കിൽ ഈ കാറിലുള്ള മഞ്ഞ് എല്ലാ ദിവസവും എടുത്തു മാറ്റണം. ഇത്തരത്തിൽ വളരെ നല്ലൊരു സമയം അതിനുവേണ്ടി ചെലവഴിച്ച് കഴിഞ്ഞാൽ മാത്രമേ അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ല ആരോഗ്യമൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷെ പ്രായം കൂടുന്തോറും നമ്മുടെ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു സംഭവം ക്ഷയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്തും ഈ പറഞ്ഞ എൻ്റെ ഹെൽത്ത് പോയെന്നും പറഞ്ഞ് മഞ്ഞൊന്നും വീഴാതിരിക്കില്ല, അപ്പോഴും മഞ്ഞ് വീഴും. ആ സമയത്തും ഈ പറഞ്ഞ കാര്യങ്ങൾ ഡെയിലി എന്നുള്ള ഇതെടുത്ത് മാറ്റിയില്ലെങ്കിൽ അത് ഉറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇരട്ടിപ്പണിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള പല കാര്യങ്ങളും ഇവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തായിട്ട് ഇവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ജോബ് സെക്യൂരിറ്റി, നോ ജോബ് സെക്യൂരിറ്റി. ഇപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ ഇന്നിപ്പോൾ ഈ വിദേശ രാജ്യങ്ങൾ, യൂറോപ്യൻ കൺട്രീസിലെല്ലാം വർക്ക് ചെയ്യുന്ന മെജോറിറ്റി ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിലാണ് അവരെല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും അവർക്ക് ഇഷ്ടമില്ലാത്ത പല ഫീൽഡിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നത് മാത്രമല്ല, ഇവരെ അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇവരുടെ ജോബിന് ഒരു സെക്യൂരിറ്റി ഇല്ലെന്നത്. ഏത് നിമിഷം വേണമെങ്കിലും, ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിലാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ക്രൈസിസ്, എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ നാട്ടിലുള്ളവർക്കായിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നത്. അതിനുശേഷമായിരിക്കും വല്ലയിടത്തുനിന്നും കയറി വന്ന ആൾക്കാർക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ളവർക്ക് ആയിരിക്കും. അതിനുശേഷം സെക്കൻഡ് പ്രയോറിറ്റി മാത്രമേ ഈ തരത്തിൽ വേറെ പല രാജ്യങ്ങളിൽ നിന്നും അങ്ങോട്ട് കുടിയേറി പാർത്തിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ നേരിടുന്ന മറ്റൊരു ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ജോബ് സെക്യൂരിറ്റി. അവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മളെല്ലാവരും തന്നെ അത്യാവശ്യം കഠിനാധ്വാനം ചെയ്ത് തന്നെ ആയിരിക്കണം ജീവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള കുറേ റീസണുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കുറച്ച് റീസൺസാണ് ഞാൻ ഇന്നേ ദിവസം നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇപ്പം ഇവരോട്, അതായത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ അവർക്ക് നാട്ടിൽ വന്ന് സെറ്റിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓടിച്ചാടി തീരുമാനം എടുത്ത് നാട്ടിലേക്ക് വരരുത്. കാരണം നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പൂമാലട്ട് സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ ആരും ഉണ്ടാവില്ല. നിങ്ങൾ വലിയൊരു സ്ട്രഗിളിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം, അടുത്ത 5 വർഷം അല്ലെങ്കിൽ 10 വർഷം അല്ലെങ്കിൽ 15 വർഷം അത് ഓരോ ആൾക്കാരുടെയും ബേസ് ചെയ്ത്
ഈ പറഞ്ഞ സംഭവങ്ങളിലെല്ലാം വ്യത്യാസം വരാം. ഈ ഒരു 5 വർഷം 10 വർഷം 15 വർഷത്തിനുള്ളിൽ അത്യാവശ്യം വേണ്ട ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇപ്പം സപ്പോസ് താങ്കൾ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ താങ്കൾക്ക് ഭംഗിയായിട്ട് ജീവിച്ചു പോകാവുന്ന രീതിയിൽ ഒരു മന്ത്ലി ഇൻകം കിട്ടാവുന്ന രീതിയിലുള്ള ഒരു കോർപ്പസ് താങ്കൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം, പിന്നെ അതോടൊപ്പം തന്നെ താങ്കളുടെ ഫ്യൂച്ചർ ഗോൾസ്, ഇപ്പം മക്കളുടെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ ഗോൾസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം കണ്ടെത്തിയതിന് ശേഷമാണ് ഇപ്പോൾ താങ്കൾ ഇപ്പം നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ താങ്കളെ സംബന്ധിച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ സാധിക്കും. ഇപ്പം നമുക്കറിയാം, ഇനി അടുത്തൊരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം അല്ലെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ ഇന്ത്യയുടെ ഒരു മുഖച്ഛായ എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലിലേക്ക് മാറും. ഇപ്പം നമുക്കറിയാം, ഇപ്പം നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഇപ്പം ഇന്ത്യയിൽ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനി അടുത്തൊരു 2-3 വർഷം കഴിയുമ്പോൾ കേരളത്തിൻ്റെ ഈ ഒരു അറ്റത്ത് നിന്ന് ആ അറ്റത്ത് എത്തണമെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് തന്നെ എത്താവുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രം എത്തണമെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് എത്താവുന്ന ഒരു അവസ്ഥയിലേക്ക് ആ തരത്തിലുള്ള റോഡും ആ തരത്തിലുള്ള കാര്യങ്ങളെല്ലാമാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്നത് ലോങ് ടൈം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാവുന്ന ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാതെയാണ് താങ്കൾ ഇപ്പോൾ കേരളം പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് വന്നെയാണെങ്കിൽ ഇവിടെ വന്ന ഒരു ബിസിനസ് തുടങ്ങി ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം താങ്കൾക്ക് അത്യാവശ്യം ഭംഗിയായിട്ട് ജീവിച്ചു പോകാനുള്ള ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസും പിന്നെ താങ്കളുടെ ഫ്യൂച്ചർ ഗോൾസിന് ആവശ്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കരുതിയതിന് ശേഷം താങ്കൾ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാനാണെങ്കിൽ താങ്കളെ സംബന്ധിച്ച് വളരെ ഭംഗിയായിട്ട് താങ്കൾക്ക് നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് താങ്കൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കായിട്ട് താങ്കൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വാട്സപ്പ് നമ്പർ അതോടൊപ്പം തന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ താങ്കൾക്ക് കോൾ ചെയ്തോ ഞങ്ങളായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം എല്ലാ ആഴ്ചകളും ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകളെല്ലാം താങ്കൾ കൃത്യസമയത്ത് ലഭിക്കാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും, താങ്കൾ ഫേസ്ബുക്ക് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊമ്മിച്ച ടിപ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.